വളരെ വേദനയോടുകൂടെയാണെങ്കിലും അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി. അപ്പോഴാണ് ചില ഭരണകക്ഷികളിൽപ്പെട്ട പ്രമുഖര് പറയുന്നത്, മുസ്ലിം ലീഗുകാരനായിട്ട് സ്പീക്കറാവാൻ പറ്റില്ല, സ്പീക്കറാകണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ അംഗത്വം രാജിവെക്കണം. CH-ന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അറുത്ത് മുറിച്ചു മാറ്റപ്പെടുവാൻ തയ്യാറാകാത്ത അദ്ദേഹം നിർബന്ധിതനായത് ഖായിദെ മില്ലത്തിന്റെയും മഹാനായ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെയും നിർബന്ധം കാരണത്താലായിരുന്നു. വളരെ പ്രയാസത്തോടുകൂടെയായിരുന്നു അദ്ദേഹം അത് ഏറ്റെടുത്തത്. അച്ചടക്കത്തിന്റെ പര്യായം. നേതൃത്വം എന്ത് പറയുന്നുവോ, പാർട്ടി എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിക്കുവാനുള്ള ഒരു താല്പര്യം ആ സന്ദർഭത്തിൽ CH കാണിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ മുസ്ലിം ലീഗുകാരന് കഴിയാതെയായി. മുസ്ലിം ലീഗുകാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചില സംഗതികൾ ഭരണകക്ഷികളിൽപ്പെട്ട ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ ഭരണം വിടുവാനും സ്പീക്കർ സ്ഥാനം രാജിവെക്കുവാനും തീരുമാനിച്ച ഒരു സന്ദർഭം. അന്ന് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി സ്പീക്കർ സ്ഥാനം CH രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുത്ത ആ തീരുമാനം അറിയേണ്ട താമസം അദ്ദേഹം ഒരു പിച്ചളപ്പിന്ന് പോലെ എന്നാണ് പറഞ്ഞത്. ഒരു പിച്ചളപ്പിന്ന് പോലെ, ഒരു വിലയുമില്ലാതെ ആ ഘട്ടത്തിൽ ഒരു നിമിഷം പോലും ഒരാളെയും കാത്തു നിൽക്കാതെ ചരിത്രം പറയുന്നത് അന്ന് അവിടെ രാജി സമർപ്പിക്കേണ്ട കൃത്യമായ ആള് പോലും കൃത്യമായ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ടും CH അതിന്റെ നിയമവശങ്ങളെല്ലാം മനസ്സിലാക്കി ഒരൽപ്പം പോലും വൈകാതെ അദ്ദേഹം രാജി സമർപ്പിച്ചപ്പോ കോഴിക്കോട് കൂടിയ യോഗത്തിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞു, സാനഡു കൊട്ടാരത്തിൽ നിന്നിതാ ജനഹൃദയങ്ങളിലേക്ക് പ്രിയങ്കരനായ CH മുഹമ്മദ് കോയ കടന്നു വരുന്നു എന്ന്. പിന്നീട് അദ്ദേഹത്തിന്റെ ജൈത്രയാത്രയായിരുന്നു. 1969 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ പറയുന്നത്, വ്യക്തിപരമായ അനുഭവത്തിന്റെയും സ്വസമുദായത്തിന്റെ ഒട്ടാകെയുള്ള അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിംകൾക്കിടയിലുള്ള പ്രയാസങ്ങൾ അവസരങ്ങൾ വിനിയോഗിക്കാത്തതാണെന്ന് അദ്ദേഹം കണ്ടെത്തി എന്നതാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വിദ്യാഭ്യാസം സൗജന്യമാക്കുക. അന്ന് 10 വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമല്ലായിരുന്നു. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അദ്ദേഹം സൗജന്യമാക്കി എന്ന് മാത്രമല്ല, പഠിക്കുവാൻ കഴിയുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ് പഠന വേതനം നൽകിക്കൊണ്ട് CH മുഹമ്മദ് കോയയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേകമായ പരിഗണനകൾ അദ്ദേഹം നൽകി. കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പൊൻതൂവലാണ്. ഇന്ന് പലർക്കും അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അനർഹമായിട്ടല്ല അദ്ദേഹം ഒന്നും നേടിയെടുത്തത്. മലബാറിൽ ഒരു സർവകലാശാല ഉണ്ടാകണം. അതിനുവേണ്ടി അദ്ദേഹം നിയമവിചക്ഷണന്മാരെ കണ്ടു. അതിനുവേണ്ടി അദ്ദേഹം ഈ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ശക്തമായി പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഒടുക്കം കാലിക്കറ്റ് സർവകലാശാല യാഥാർത്ഥ്യമായി. ഇങ്ങനെ എത്രയോ പുരോഗതികൾ, എത്രയോ വികസനങ്ങൾ, വികസന വിരുദ്ധത എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, എന്ന് പറയുന്ന ഒരു ചിന്താഗതി മുസ്ലിം ലീഗിന്റെയോ CH മുഹമ്മദ് കോയ സാഹിബിന്റെയോ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. അതോടൊപ്പം ഈ ബഹുസ്വര നിലനിൽക്കുന്ന ഈ രാഷ്ട്രത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ മതസൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകി പ്രവർത്തിച്ചു CH മുഹമ്മദ് കോയ സാഹിബ്. ഇന്ന് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇന്ന് ഈ രാജ്യം അസ്വസ്ഥതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം എന്ന് മാത്രമല്ല, നമ്മളുടെ കേരളം, നമ്മളുടെ ഈ പ്രദേശം പോലും. പത്രങ്ങൾ ഓരോ ദിവസവും തുറക്കുമ്പോൾ ഓരോ പുതിയ പേരുകളാണ്. ബോംബായിട്ടും കുമ്മായമായിട്ടും പുതിയ പേരുകളാണ്. അതെന്താവുന്നുള്ള കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു തആല നമ്മളുടെ സമുദായത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. സമുദായം തീവ്രവാദികളുടെ കേന്ദ്രമാകുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിൽ അതിന് കൽപ്പനയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഴി അതല്ല. തീവ്രവാദവും ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുകയാണ് എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും ഈ രാജ്യത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതാരും തെറ്റിദ്ധരിക്കുകയുമരുത്. ഇതര മതവിശ്വാസികളായ സഹോദരന്മാർക്ക് നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഏതെങ്കിലും ഒരു നസീറോ നാസറോ അവർ ഈ സമുദായത്തിന്റെ പേരിൽ